ഹായ് ഹലോ, ഇന്നൊരു ഷോർട്ട് ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. സുഖേഷ്, ഇത് ഷോർട്ട് ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്. കാരണം വെറും 2 മിനിറ്റ് മാത്രമേ ഉള്ളൂ. സുഖേഷ്, ഞാൻ പള്ളത്ത് വെച്ച് വരട്ടെ. ഏകദേശം ഞാൻ പല്ല് വെച്ച് കഴിഞ്ഞു. പല്ല് വെച്ച് കഴിഞ്ഞിട്ട് എനിക്കിനി ഡ്രസ്സ് മാറ്റാനുണ്ട്. എല്ലാം പെട്ടെന്നായിരുന്നു. സോ ഞാൻ ഡ്രസ്സ് മാറ്റാനായിട്ട് ഇറങ്ങി. 1 2 3 4 5 6 10 വരെ എണ്ണി. ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുഡ് കഴിക്കേണ്ടൊരു ശുഷ്കാന്തി ഇല്ലാതെ അപ്പുറത്ത് ചേച്ചി ഫോൺ നോക്കുന്നുണ്ടായിരുന്നു. അത് കാണിച്ചു തരാം. ഞങ്ങൾ ബസ് സ്റ്റോപ്പിലായിരുന്നു വന്നിരുന്നത്. ബസ് കയറി സ്ഥലത്ത് ഇറങ്ങി ഇറങ്ങി ദെൻ ഇവിടെ നിന്ന് നേരെ അച്ഛൻ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നു. കൂട്ടാൻ വേണ്ടി വന്നു. ഇംഗ്ലീഷ് പറഞ്ഞ എല്ലാം കൂടി പോയിട്ട് ദെൻ ഗേസ് ഞങ്ങളിതാ അച്ഛൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. മൂത്ത അനിയത്തി അച്ഛന്, എൻ്റെ അച്ഛനും അമ്മയ്ക്ക് 3 കുട്ടികളുണ്ട്. 10 കുട്ടികളുണ്ട്, അല്ല 5 കുട്ടികളുണ്ട്. 5 കുട്ടികളിൽ 2 പെൺകുട്ടിയും ബാക്കി 3 ആൺകുട്ടി. സോ ഗൈസ്, ഇത് 1ാമത്തെ വീടായിരുന്നു. ഇത് 2ാമത്തെ ആൻറ്റീൻ്റെ വീടായിരുന്നു. ഇപ്പം ഞാൻ ചൂണ്ടിക്കാണിച്ച അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ വന്നു. അച്ഛൻ ഞങ്ങളെ ബസ് സ്റ്റോപ്പിലാക്കി. അവിടെ നിന്ന് ബസ് കയറ്റിയിട്ടായിരുന്നു പോയത്. ഞങ്ങൾ അടുത്ത ബസ് കയറി തലശ്ശേരിയിലേക്കല്ല ഗൈസ്, തലശ്ശേരിയിലേക്കേ അല്ല, ഞങ്ങൾ നെട്ടൂർ പള്ളിയിലേക്കായിരുന്നു. നെട്ടൂർ പള്ളിയിലേക്ക് അമ്മയ്ക്ക് എന്തോ ഉണ്ടായിരുന്നു, കൊയ്ത്തുത്സവം. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ പോസ്റ്റ് അടിച്ചിരിക്കണം. ഇനി മനസ്സില്ല, മനസ്സോടെ ഇതാക്കണ്ടില്ലേ, ശോകം വിളിച്ചിരിക്കുന്നു ഞാൻ എൻ്റെ ചേച്ചി. പക്ഷെ പാട്ടൊക്കെ പൊളിയായിരുന്നു കേട്ടോ. അവിടുത്തെ പാട്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ദെൻ പാട്ട് കഴിഞ്ഞപ്പം പള്ളിയിലത്തെ അച്ഛൻ പ്രസംഗിക്കാൻ വേണ്ടി വന്നു. അത് എനിക്കും ചേച്ചിക്കും ഒരു അസ്വസ്ഥത എന്തോ ഒരു തേങ്ങ. അതുകൊണ്ട് ഞങ്ങൾ 2 ആൾക്കാർ പുറത്തിറങ്ങി. ഇംഗ്ലീഷ് ഞങ്ങൾക്ക് ഡാൻസ് ഉണ്ടായിരുന്നു. ഡാൻസ് ആയപ്പം ഞാൻ ആ വൈറ്റ് ഷർട്ട് അയച്ചു വെച്ചിട്ട് ഒരു ചുരിദാർ അതിൻ്റെ മുകളിലിട്ടു. ദെൻ ഞങ്ങൾ ഫുഡ് കഴിക്കാനായി വേണ്ടിയിട്ടായിരുന്നു വന്നത്. ഇത് ററവീസായിരുന്നു. അപ്പുറത്തെ MRA ആയിരുന്നു ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഗൈസ്, ഇതായിരുന്നു ഒരു ഷോർട്ട് ഡേ ഇൻ മൈ ലൈഫ്. അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.